എല്ലാവർക്കും നമസ്കാരം ഉണ്ടോ? നമസ്കാരം. എന്ന് പറഞ്ഞേ. നമസ്കാരം. ഇന്നേ നമുക്ക് എന്തിനെ കുറിച്ചാ പറയണ്ടേ? നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെ കുറിച്ചാണോ? പൂച്ചക്കുട്ടന്മാരുടെ കഥയോ? ആ, വടികുട്ടന് പൂച്ച ഇഷ്ടമാണോ? പൂച്ചയുടെ ഒച്ച എങ്ങനെയാ? മ്യാവുന്നാണോ ഒച്ച? അയ്യടാ, ഈ പൂച്ചയുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരുടെ ഒച്ച മ്യാവ് മ്യാവുന്നല്ല. ചിലര് മാത്രമേ പറയുള്ളൂ. ചിലരെന്താണെന്നറിയാമോ? എന്റെ അമ്മ ആണോ? സിംഹവും പറയും, മൊരളെണ്ണം സിംഹം കൊണ്ടുണ്ട്, പുലിയുണ്ട്, കടുവയുണ്ട്. അവരൊക്കെ പൂച്ച വർഗത്തിൽപ്പെട്ടവരാണ്. കാണിച്ചു തരട്ടെ. ഇത് നോക്കിയേ. ഇതിന്റെ അകത്ത് അമ്പാടിക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? ആരൊക്കെയാ? ഏട്ടാ, അതില് നമ്മുടെ ബൗബോനെ പോലെ മെലിഞ്ഞ ഒരാളുണ്ടല്ലോ. എടാ, നീ ഇങ്ങനെ ചീറ്റയെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല. ഇവിടെ പണ്ടേ പക്ഷെ ഇന്ത്യയില് ചീറ്റ ഉണ്ടായിരുന്നു. അതറിയാവോ? ഞാൻ ഒരാളെ കാണിച്ചു തരാവേ. ഒരപ്പൂപ്പൻ ഇവിടെ നിക്കണുണ്ടോ? ആ അപ്പൂപ്പന്റെ ഒരു തോക്ക്. അപ്പൂപ്പന്റെ മുമ്പിൽ കിടക്കണവരെ കണ്ടോ? ഇത് അത് ചീറ്റപ്പുലികളായിരുന്നു. ഇന്ത്യയിലെ അവസാനത്തെ ചീറ്റപ്പുലികളെയും. ഇതൊരു രാജാവാണ്. ഈ രാജാവാണ് വെടിവെച്ച് കൊന്നത് 1948. ഇല്ല, 48 തന്നെയാ. അത് കഴിഞ്ഞിട്ട് ആരും ചീറ്റയെ കണ്ടില്ല. കുറച്ച് വർഷം കൂടെ കഴിഞ്ഞപ്പോഴേ ഇന്ത്യ ഗവൺമെന്റ് എന്തു പറഞ്ഞു എന്നറിയാവോ? ഇന്ത്യയിൽ ചീറ്റകൾ കാണാനില്ല, വംശനാശം നേരിട്ടു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു 1952. ആ സ്വാതന്ത്ര്യം കിട്ടിയപ്പോ തൊട്ട് ഗവൺമെന്റ് ഉണ്ട്. ഇത് കണ്ടിട്ടുണ്ടോ ഈ ഒരു പടം? പണ്ടേ ആൾക്കാരെ വേട്ടയ്ക്ക് പോകും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രാജാവ് വെടിവെച്ചു കൊന്നു. അതേപോലെ വേട്ടയ്ക്ക് പോകുമ്പോ ചിലരൊക്കെ വേട്ടപ്പട്ടികളെയാണ് ഉപയോഗിക്കണേ. വേട്ടപ്പട്ടികളെ ഉപയോഗിക്കണ പോലെ തന്നെ ചീറ്റപ്പുലികളെയും വേട്ടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ചീറ്റപ്പുലികളെ വേട്ടയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫോട്ടോയായത്. അമ്പാടി അപ്പൊ ചീറ്റപ്പുലിയെ കണ്ടിട്ടില്ലല്ലോ. നമുക്കിനി കാണാൻ പറ്റും. എങ്ങനെയാന്നറിയാവോ? ചൈനയിലുണ്ടോ? സൂവിലായിരിക്കും. ഏഷ്യയില് ചീറ്റ ഇപ്പൊ കുറവാ. ഏഷ്യയില് ചീറ്റ ഇപ്പൊ കുറവാ. നമ്മുടെ ഇന്ത്യയും ചൈനയും പാകിസ്ഥാനും ശ്രീലങ്കയും ഒക്കെ കൂടെ ഇരിക്കുന്ന ഭൂഖണ്ഡത്തെ വിളിക്കുന്ന പേരാണ് ഏഷ്യ. അതുകൊണ്ട് ആഫ്രിക്കയിലുണ്ട് കുറെ ചീറ്റ. എന്ത് ചെയ്യുമെന്നറിയാവോ ഇവര്? 50 ചീറ്റയെ കൊണ്ടുവരും മധ്യപ്രദേശിലേക്ക്. എന്താന്നറിയാവോ അവിടെ കൊണ്ടുവന്നെ? കേരളത്തിലല്ല, മധ്യപ്രദേശില് ഒരു കറുത്ത നിറമുള്ള കുറെ മാനുകളുണ്ട്. ഒരുപാടായി ആ മാനുകൾ. ആ മാനുകളെ പിടിച്ചു തിന്നാൻ പാകത്തിനുള്ള ജീവികളൊന്നും അവിടെ ഇല്ല. അപ്പൊ ചീറ്റകളെ കൊണ്ടുവന്ന അവര് വേണമെങ്കിൽ മാനിനെയും പിടിച്ച് തിന്ന് ജീവിച്ചോളും. അപ്പൊ ആദ്യം 8 ചീറ്റകളെ കൊണ്ടുവരുവേ. എങ്ങനെയാ കൊണ്ടുവരുന്നറിയാവോ? വിമാനത്തിൽ കൊണ്ടുവരും. ജയ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആഫ്രിക്കയിൽ കയറ്റിക്കൊണ്ടു. ഇല്ല, ഗവൺമെന്റിന്റെ ആ പോലീസ്. അത് കൊണ്ടുവന്നതിന്റെ കൂടെ ഈ 8 എന്ന് വെച്ചാൽ പറഞ്ഞില്ലേ, 3 ആൺചീറ്റകളും 4 പെൺചീറ്റകളും. അല്ല, 4 അല്ല, 5 പെൺചീറ്റകളും കൊണ്ടുവന്നുണ്ടേ. അവരെ ആഫ്രിക്കയില് ഒരു വലിയ ഫാമില് ഉണ്ടായിരുന്ന, ഒരു ഫാമിൽ നിന്നല്ല പല ഫാമിൽ നിന്നാണ് എടുത്തേക്കണേ. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ 8 എണ്ണത്തിന്
വിമാനത്തിൽ കൊണ്ടുവന്ന് ഇറക്കും. വിമാനത്തിൽ വരുമ്പോഴേ കൂട്ടില് കിടക്കുമ്പോ അവരെ ഉറക്കിയാ കൊണ്ടുതന്നെ ഒരു ഗുളിക കൊടുത്ത്. അല്ലെങ്കിൽ അവര് പേടിച്ചു പോയാലോ, ഇത്രയും ദൂരം പോകണ്ടേ. ഒരു മരുന്ന് കൊടുക്കും, ഉറക്ക ഗുളിക കൊടുത്ത് ഉറക്കി കൊണ്ടുവന്ന് ജയ്പൂർ ഇറക്കിയിട്ട് അവിടെ നിന്ന് ഹെലികോപ്റ്റർ കയറ്റി കൊണ്ടുവന്ന് ഈ കാട്ടില് കൊണ്ടുവരും. കൊണ്ടുവന്ന ഉടനെ തുറന്നു വിടാൻ പറ്റില്ല. അമ്പാടിക്കുട്ടൻ മീനുകളെ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ടുവന്ന എന്താ ചെയ്യണേ? വെള്ളത്തിൽ ഇറക്കി പെട്ടെന്ന് ഇറക്കി വിടുവോ? എന്ത് ചെയ്യും? റബ്ബർ ബാൻഡ് തുറന്നു വെക്കും. എന്തോരം നേരം വെക്കും വെള്ളത്തില് ആ കവറ്? അങ്ങനെയല്ലല്ലോ, കുറച്ചു നേരം മുമ്പ് റബ്ബർ ബാൻഡ് തുറക്കണതിന് മുമ്പ് കവർ വെള്ളത്തിൽ വെക്കാറുണ്ടല്ലോ. അതെന്തിനാ? അതേപോലെ നമ്മുടെ ഇവിടെ ഇല്ലാത്ത ജീവികളല്ലേ ഈ ചീറ്റകള്. അവരെ കൊണ്ടുവരുന്നത് ആഫ്രിക്കയിൽ നിന്നും അല്ലേ. അങ്ങനെ കൊണ്ടുവരുമ്പോ അവർക്ക് വല്ല രോഗങ്ങളുണ്ടെങ്കിൽ അത് ഇവിടുത്തെ കാട്ടിലെ ജീവികൾക്ക് വന്നാൽ ശരിയാവുമോ? അതുകൊണ്ട് എന്ത് ചെയ്യൂന്നറിയാവോ? ഒരു മാസം ഇവരെ വലിയ കൂട് പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തിടും. അതിനു വേണ്ടിയിട്ട് ആഫ്രിക്കക്കാർ നമ്മളെ സഹായിച്ചു. അവരെങ്ങനെയാ സഹായിച്ചെന്നറിയാവോ? അവരിപ്പൊ വരുന്ന 8 ചീറ്റകളെ കുറേ നാട് മുമ്പേ 2019 തൊട്ട് ഇന്ത്യ ആലോചിക്കണതാ, ചീറ്റയെ കിട്ടുമോ. 10 കൊല്ലം കഴിഞ്ഞ് 2019 ആയപ്പോഴത്തേക്കും തീരുമാനമായി, ഒരു കൂട്ടർ ചീറ്റയെ കൊടുക്കാന്ന് പറഞ്ഞു. 50 ചീറ്റയും കിട്ടും, സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഒക്കെ ആയിട്ട്. അപ്പോ ഈ 8 ചീറ്റയും അവരവിടെ ഒരുമിച്ചിട്ടാ ഇപ്പൊ വളർത്തണേ. എന്തിനാ? തമ്മി വഴക്കൂടാണ്ടിരിക്കാൻ. ഇവിടെ കൊണ്ടുവന്നിട്ടും അപ്പൊ അവരെ നമുക്ക് വേണമെങ്കിൽ ഒരുമിച്ചൊരു വലിയ കെട്ടിമറച്ച കാട്ടിൻ്റെ അകത്ത് തുറന്നു വിടാം. ഒരു മാസം കഴിയുമ്പോ എന്ത് ചെയ്യും? ആ കൂടിന്റെ വാതില് തുറക്കുമ്പോ ഈ ചീറ്റകൾ മുഴുവൻ പുറത്തു പോയി അവിടെ കൂടുതലുള്ള മാനുകളെയൊക്കെ പിടിച്ചു തിന്ന് ജീവിക്കും. ഇതിനു മുമ്പ് എന്ത് ചെയ്തു എന്നറിയാവോ സർക്കാര്? ഈ ചീറ്റകൾ എങ്ങാനും ആൾക്കാരെ കടിച്ചാലോ എന്ന് വിചാരിച്ചേ എന്ത് ചെയ്ത് കാണും? അവിടെ താമസിക്കുന്ന ആൾക്കാരോടൊക്കെ നിങ്ങക്ക് വേറെ സ്ഥലവും വീടും ഒക്കെ വെച്ച് തരാവേ, ഇച്ചിരി മാറി താമസിക്കണേ, ഞങ്ങൾ ഇവിടെ ഇച്ചിരി ചീറ്റകളെയൊക്കെ കൊണ്ടുവന്ന് വിടുവാണേ എന്നൊക്കെ പറഞ്ഞു. ആൾക്കാർ അവിടുന്ന് മാറിക്കൊടുത്തു. ഇപ്പൊ ചീറ്റകള് കടിക്കാൻ ഇനി ആരെങ്കിലും അറിയാണ്ട് വന്ന് കടിക്കോ വല്ലതും ചെയ്യോ അവരുടെ കന്നുകാലികളെ പിടിക്കോ ഒക്കെ ചെയ്ത സർക്കാർ നഷ്ടപരിഹാരം തന്നോളാന്നും പറഞ്ഞിട്ടുണ്ട്. കന്നുകാലികൾ ചത്തുപോയ അതിന്റെ കാശ്, പുതിയ പശുവിനെ മേടിക്കാനുള്ള കാശ് ഒക്കെ കൊടുക്കാന്ന്, പുതിയ പശുവിനെ മേടിച്ചു കൊടുക്കാന്ന്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാ അമ്പാടിക്കുട്ടനൊക്കെ വലുതായി. അമ്പാടിക്കുട്ടന്റെ കുഞ്ഞുങ്ങളോട് അമ്പാടി എന്തു പറയും? എന്റെ കാലത്ത് കൊണ്ടുവന്ന ചീറ്റയാന്ന് പറയുമോ? എന്റെ അച്ഛന്റെ സമയത്ത് ഇവിടെ ചീറ്റയൊന്നും ഇല്ലായിരുന്നു. അമ്പാടിക്കുട്ടൻ കുഞ്ഞായിരുന്നപ്പോഴാ ഇവിടെ ചീറ്റയെ കൊണ്ടുവന്നേന്ന്. നമുക്ക് ഒരിക്കൽ പോയി കാണണ്ടേ ഇവരെ കൊണ്ടുവന്നു കഴിഞ്ഞാ? അതിനുണ്ടോ? എത്ര ചീറ്റയെ കൊണ്ടുവന്നു കഴിയുമ്പോ നമ്മൾ പോയി കാണും? 10 ചീറ്റ. 8 ചീറ്റ ആയി കഴിഞ്ഞു. ഇനി ചീറ്റ കുഞ്ഞുങ്ങൾ വല്ലതും ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് പോയി കാണാം അല്ലേ? അപ്പൊ ചീറ്റകളെ കുറിച്ച് ഇത്രയും പറഞ്ഞാൽ മതിയോ? സിംഹത്തെ കുറിച്ച് പറയണോ? എന്റെ ദൈവമേ, സിംഹത്തെ കുറിച്ച് എനിക്കൊരു കഥ പറഞ്ഞു തരാവോ? അമ്പാടിക്കുട്ടി ഒരു കഥ പറയാറുണ്ടല്ലോ, സിംഹത്തിന്റെ ഒരു കഥ. അതൊന്ന് എനിക്ക് പറഞ്ഞു തന്നെ. എല്ലാരും ഉപദ്രവിക്കാൻ. അപ്പം ഒരു ദിവസം ആ സിംഹം ഉപദ്രവിക്കാൻ നടക്കുമ്പം ആരെയും കണ്ടില്ല. അയ്യോ, അവരൊക്കെ പോയി. എന്നിട്ട് വഴിയിൽ കിടന്നപ്പം വേറെ സിംഹം അവിടെ ഒന്നും കിട്ടാതെ കിടത്താണെന്നാണ്. അപ്പം കുറച്ചുകൂടെ കിടന്നപ്പോ മരം കണ്ടു. സിംഹം ചാടിയിട്ട് ഒന്നും എത്തിയില്ല. എന്നിട്ട് ഒരാന വന്നപ്പോ ആനയ്ക്കും ഒന്നും കാണാതെ ആപ്പിൾ മരം കൊലയ്ക്ക് എല്ലാരും കൂടെ കഴിച്ചു. എന്റെ ദൈവമേ, സിംഹത്തിന്റെ ആനയുടെ കഥ കൊള്ളാലോ. ആപ്പിൾ കഴിക്കണ സിംഹം മിടുക്കനാണോ?
ഏടാ, അമ്പാടിക്കുട്ടൻ കഴിക്കണ പോലെ സിംഹം ആപ്പിള് കഴിക്കുവോ? എപ്പോഴും ജീവികളെ കഴിച്ച ഒരു ഛർദിക്കാൻ പോയില്ലേ സിംഹത്തിന്? അയ്യോ, എപ്പോഴും ജീവികളെ കഴിച്ചാൽ ഛർദിക്കാൻ വരൂല്ലേ? അതുകൊണ്ടാണോ ഇടയ്ക്ക് ആപ്പിളോ കഴിക്കണേ? ആ, ഇവര് പുല്ലും ഒക്കെ കഴിക്കൂടാ. ആ, എന്തിനാ? എപ്പോഴാ പുല്ല് കഴിക്കണേ? രാത്രി. അയ്യോ, അതെന്നാ? രാത്രിയിലെ പുല്ല് അല്ലെങ്കിൽ വേറെ ജീവികളെയും കിട്ടുള്ളൂ. ഓ, അതിനെ പകല് പുല്ല് കിട്ടുകയല്ലേ? പകലാണെങ്കിൽ വേറെ ജീവികൾ കണ്ടു കഴിഞ്ഞാൽ ഓടില്ലേ? രാത്രിയാണെങ്കിൽ ഇരുട്ടാവുന്നുണ്ട്, കാണില്ലോ. സിംഹത്തിൽ തേരങ്ങണ്ട കണ്ടായോണ്ട് കാണാൻ പറ്റില്ലേ? അപ്പൊ തിളങ്ങണ കണ്ടായതുകൊണ്ടാണല്ലേ സിംഹത്തിന് കാണാൻ പറ്റില്ല. ബാക്കിയുള്ള ഒരു ജീവി പൂച്ചയാന്ന് വിചാരിക്കില്ലേ? ഏട്ടാ മിടുക്ക, നേരത്തെ നമ്മള് പറഞ്ഞില്ലേ പൂച്ച കുടുംബം. അവിടെ ഉള്ളവരൊക്കെ ഒക്കെ രാത്രി കാണാം. അവർക്കൊക്കെ തിളങ്ങണ കണ്ണല്ലേ? ബോബോനും തിളങ്ങണ കണ്ണാണോ? ചില ബോബുനെ തിളങ്ങണുള്ളൂ. ചെറുതിനെ ഉള്ളോ? ഇവിടുത്തെ ബോബോനോ? അവിടുത്തെ ബോബുന് കുറച്ച് തിളങ്ങുന്നതാണ്, കുറച്ച് തിളങ്ങാത്ത. അപ്പൊ രാത്രി കുറച്ച് കാണാതിരിക്കും അല്ലേ? എന്നിട്ട് കുറച്ച് പകുതി കാണും, പകുതി കാണില്ല. ഏട്ടാ, അങ്ങനെയാണ് ഇവിടെ ചിലപ്പോ ഒരു വെള്ളം ഓലല്ലേ, ആ, അതാണ് തിളങ്ങുന്നത്. എന്നാ നമുക്ക് ഇന്നത്തെ കഥ നിർത്തിയാലോ? അല്ല, സിംഹത്തിന്റെ പറഞ്ഞില്ലല്ലോ. സിംഹത്തെ കുറിച്ച് പറയണോ? അയ്യോ, ഇന്ത്യയിലെ സ്വന്തമായിട്ട് സിംഹം ഉണ്ട് ഇന്ത്യക്ക്. എവിടെയാണെന്നറിയാമോ? കാട്ടില്. ഏത് കാട്ടിലാ? സിംഹത്തിന്റെ കാട്ടില്. സിംഹത്തിന്റെ കാട് എവിടെയാ? വയൽ സ്ഥലം. വൈൽഡ് സ്ഥലത്താണോ? ഗുജറാത്തില് ഗിർ വനം ഉണ്ടോ? ആ ഗിർ വനത്തില് സിംഹങ്ങളുണ്ട് ഇപ്പോഴും. മുത്തശ്ശനും മുത്തശ്ശി അവിടെ പോയത് കുഞ്ഞ് ഓർക്കണുണ്ടോ? ഒരു ടീഷർട്ടൊക്കെ കുഞ്ഞിന് കൊണ്ടുവന്നായിരുന്നല്ലോ, സിംഹത്തിന്റെ ഒക്കെ പടമുള്ള. ഓർക്കുന്നോ? അപ്പോ ഈ സിംഹങ്ങളുടെ ഒരു പ്രത്യേകത എന്നാന്നറിയാവോ? കാട്ടിലെ രാജാവാരാ? ആ, ഒരു സിംഹക്കൂട്ടത്തിലെ രാജാവും സിംഹം തന്നെയാ. ഒരാൺ സിംഹവും കുറച്ച് പെൺസിംഹവും ഉണ്ടാവും. നമുക്ക് സിംഹത്തിന്റെ കഥ അടുത്ത ദിവസം പറഞ്ഞാ പോരെ? ഇപ്പൊ പറയണ കുഞ്ഞെവിടെ പോവാന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചാ. ചെറിയ കാര്യം ചെയ്യാൻ പോവാ. ആ, എന്നാ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാതെ. ഓക്കെ, ടാറ്റ കൊടുക്കൂ.